ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളിരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ഉം 8ഉം ശ്ലോകങ്ങളാണ്. ശ്രീമദ് നാരായണീയം ദശകം 88 സന്താനഗോപാലം ശ്ലോകം 7. സാർത്ഥം തേന പ്രതീജീം ദിശമതിജവിനാസ്യന്തനേനാഭിയാതോ ലോകാലോകം വ്യതീതസ്തിമിരപരമഥോ ചക്രധാംനാ നിരുന്ധൻ. ചക്രാം ശുക്ലിഷ്ടദൃഷ്ടിം സ്ഥിതമഥ വിജയം പശ്യ പശ്യേതി വാരാം പാരേ ത്വം പ്രാദദർശ കിമപി ഹി തമസാം ദൂരദൂരം പദം തേ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സാർത്ഥം തേന പ്രതീജീം ദിശം അതിജവിന സ്യന്തനേനാഭിയാതോ ലോകാലോകം വ്യതീത സ്ഥിമിര പരം അഥോ ചക്രധാംന നിരുന്ധൻ. ചക്രാംശു ക്ലിഷ്ട ദൃഷ്ടിം സ്ഥിതം അഥ വിജയം പശ്യ പശ്യേതി വാരാം പാരേ ത്വം പ്രാദദർശ കിമപി ഹി തമസാം ദൂരദൂരം പദം തേ. അർത്ഥം അഥ അനന്തരം തേന സാർത്ഥം ആ അർജുനനോടുകൂടി അതിജവിന വളരെ വേഗതയുള്ള സ്യന്തനേന തേരിലേറി പ്രതീജീം പടിഞ്ഞാറേ ദിശം ദിക്കിലേക്ക് അഭിയാത പുറപ്പെട്ടു ലോകാലോകം ലോകാലോകത്തെ വ്യതീത കടന്ന് തിമിരഭരം കൂരിരുട്ടിനെ ചക്രധാംന ചക്രത്തിൻ്റെ ശോഭയാൽ നിരുന്ധൻ തടഞ്ഞിട്ട് അഥ പിന്നീട് ചക്രാംശുക്ലിഷ്ടദൃഷ്ടിം ചക്രത്തിൻ്റെ കിരണങ്ങളാൽ മങ്ങിയ കാഴ്ചയോടു കൂടിയവനായി സ്ഥിതം ഇരിക്കുന്ന വിജയം വിജയനെ അതായത് അർജുനനെ പശ്യ പശ്യ കണ്ടാലും കണ്ടാലും ഇതി എന്നിപ്രകാരം വാരാം പാരേ കടലിൻ്റെ നടുവിൽ കിമപി എന്തെന്നു പറയാനാവാത്തതും തമസാം ഇരുട്ടിനു ദൂരദൂരം വളരെ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ തേ അങ്ങയുടെ പദം സ്ഥാനത്തെ അതായത് വൈകുണ്ഠത്തെ ത്വം അങ്ങ് പ്രാദദർശ ഹി കാണിച്ചു കൊടുത്തു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. സാർത്ഥം ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തേന പ്രതീജീം ദിശം അതിജവിന സ്യന്തനേനാഭിയാതോ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ലോകാലോകം വ്യതീത സ്ഥിമിര ഭരം ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. അഥോ ഥോ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ചക്രധാംന ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. നിരുന്ധൻ ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ചക്രാംശു ക്ലിഷ്ട ദൃഷ്ടിം സ്ഥിതം സ്ഥി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. അഥ ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. വിജയം പശ്യ പശ്യേതി വാരാം പാരേ ത്വം പ്രാദദർശ അവിടെ വിസർഗം കിമപി ഹി തമസാം ദൂരദൂരം പദം തേ. സാർത്ഥം തേന പ്രതീജീം ദിശമതിജവിനാസ്യന്തനേനാഭിയാതോ ലോകാലോകം വ്യതീതസ്തിമിരപരമഥോ ചക്രധാംനാ നിരുന്ധൻ. ചക്രാംശുക്ലിഷ്ടദൃഷ്ടിം സ്ഥിതമഥ വിജയം പശ്യ പശ്യേതി വാരാം പാരേ ത്വം പ്രാദദർശ
കിമപി ഹി തമസാം ദൂരദൂരം പദം തേ. അടുത്തത് 8ാമത്തെ ശ്ലോകം. തത്രാസീനം ഭുജംഗാധിപശയനതലേ ദിവ്യഭൂഷായുധാദ്യൈരാവീതം പീതചേലം പ്രതിനവജലദശ്യാമളം ശ്രീമദംഗം മൂർത്തീനാമീശതാരം പരമിഹ തിസൃണാമേകമർത്ഥം ശ്രുതീനാം ത്വാമേവ ത്വം പരാത്മൻ പ്രിയസഖസഹിതോ നേമിഥ ക്ഷേമരൂപം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തത്രാസീനം ഭുജംഗാധിപ ശയനതലേ ദിവ്യ ഭൂഷായുധാദ്യൈർ ആവീതം പീതചേലം പ്രതിനവ ജലദശ്യാമളം ശ്രീമദംഗം മൂർത്തീനാം ഈശിതാരം പരമിഹ തിസൃണാം ഏകമർത്ഥം ശ്രുതീനാം ത്വാം ഏവ ത്വം പരാത്മൻ പ്രിയസഖ സഹിതോ നേമിഥ ക്ഷേമരൂപം. അർത്ഥം: തത്ര അവിടെ, ഭുജംഗാധിപശയനതലേ അനന്തനാകുന്ന മെത്തയിൽ, ആസീനം ഇരിക്കുന്നവനും, ദിവ്യഭൂഷായുധതാദ്യൈ ദിവ്യാഭരണങ്ങളാലും ആയുധങ്ങളാലും, ആവീതം പുറപ്പെട്ടവനും, പീതചേലം മഞ്ഞപ്പട്ട് ഉടുത്തവനും, പ്രതിനവജലദശ്യാമളം പുതിയ മേഘം പോലെ നീല നിറമുള്ളവനും, ശ്രീമദംഗം ലക്ഷ്മി കളിയാടുന്ന അംഗത്തോടു കൂടിയവനും, ഇഹ ഇവിടെ, പരം പരനായും ആദികാരണമായും, തിസൃണാം മൂന്ന്, മൂർത്തീനാം മൂർത്തികളുടെയും, ഈശിതാരം രക്ഷകനും നായകനും, ശ്രുതീനാം വേദവേദാന്തങ്ങളുടെ ഏകം അദ്വിതീയമായ, അർത്ഥം താൽപര്യാർത്ഥമായും പൊരുളായും, ക്ഷേമരൂപം ക്ഷേമസ്വരൂപമായും സ്ഥിതി ചെയ്യുന്ന, ത്വാം ഏവ അങ്ങയെ തന്നെ, പരാത്മൻ അല്ലയോ പരമാത്മസ്വരൂപൻ, ത്വം അങ്ങ്, പ്രിയസഖസഹിത പ്രിയപ്പെട്ട സ്നേഹിതനായ അർജുനനോടുകൂടി, നേമിഥ നമസ്കരിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. തത്രാസീനം ഭുജംഗാധിപശയനതലേ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതുപോലെ ധീ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ദിവ്യ ഭൂഷായുധാദ്യൈർ, ഭൂ എന്നുള്ള അക്ഷരം ഇവിടെയും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ധാ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ആവീതം പീതചേലം പ്രതിനവ ജലദശ്യാമളം ശ്രീമദംഗം മൂർത്തീനാം ഈശിതാരം പരമിഹ തിസൃണാം ഏകമർത്ഥം, ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ശ്രുതീനാം ത്വാം ഏവ ത്വം പരാത്മൻ പ്രിയസഖ, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സഹിതോ നേമിഥ, ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ക്ഷേമരൂപം, ക്ഷേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തത്രാസീനം ഭുജംഗാധിപശയനതലേ ദിവ്യഭൂഷായുധാദ്യൈരാവീതം പീതചേലം പ്രതിനവജലദശ്യാമളം ശ്രീമദംഗം മൂർത്തീനാമീശിതാരം പരമിഹ തിസൃണാമേകമർത്ഥം ശ്രുതീനാം ത്വാമേവ ത്വം പരാത്മൻ പ്രിയസഖസഹിതോ നേമിഥ ക്ഷേമരൂപം. ഹരിനാരായണ ഗോവിന്ദ, ജയനാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.